ഹലോ എവരി വൺ. A+ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ മുന്നേ പലപ്പോഴും പല ക്ലാസ്സുകളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ഇത് ഒരാൾ പോലും ഇത് മിസ് ചെയ്യരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിടുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി SLC ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ CBSE ആണെങ്കിൽ അവരുടെ പബ്ലിക് എക്സാം 10th എത്തുന്ന സമയത്ത് നിങ്ങളെ മുന്നിൽ ഒരുപാട് റിസോഴ്സ് ഉണ്ടാവും. പല പബ്ലിക്കേഷൻസ് ഇറക്കുന്ന ഗൈഡുകൾ ഉണ്ടാവും, പല ആളുകൾ ഇറക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ വേറെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഗൈഡിന് പുറമെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ്, ട്യൂഷൻ ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് തരുന്ന നോട്ട്സ്, ഇങ്ങനെ ലോട്ട് ഓഫ് റിസോഴ്സസ്. പിന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ, പല ആളുകൾ തരുന്ന യൂട്യൂബിൽ നിറഞ്ഞു കവിയുന്ന യൂട്യൂബ് ക്ലാസ്സുകൾ, ആ യൂട്യൂബ് ക്ലാസ്സുകളിൽ തന്നെ പല കാറ്റഗറി ക്ലാസ്സുകൾ, ഇങ്ങനെ ഇഷ്ടംപോലെ റിസോഴ്സുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പഠിക്കാൻ റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരാൾക്ക് പോലും പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കില്ല അല്ലേ? അപ്പോൾ ഇത്രയും റിസോഴ്സ് ഉണ്ടായിട്ടും അതിൽ നിങ്ങൾ ഏത് റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നോട്ട്സും ടെക്സ്റ്റ് ഒക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ഏത് റിസോഴ്സാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം ഏതാണ്? അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എസ്പെഷ്യലി കേരള സിലബസിലെ SLC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ക്രൂഷ്യലാണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 2 വർഷത്തെങ്കിലും മിനിമം, 2-3 വർഷത്തെങ്കിലും മിനിമം എടുക്കുക. എന്നിട്ട് പബ്ലിക് എക്സാമിന്റെ ലാസ്റ്റ് ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് വായിച്ചാൽ മതി. എല്ലാ സിലബസും നിങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫുൾ ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവണം നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് വായിക്കുക, അടുത്തുനിന്ന് വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ട അതേപോലത്തെ അല്ലെങ്കിൽ അവിടെ കണ്ട ഓൾമോസ്റ്റ് സിമിലർ ആയ ക്വസ്റ്റ്യൻ അടുത്തുണ്ടാവും, അതിലടുത്തുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റുഡൻറ്റ് ഫുൾ പഠിച്ചു, പക്ഷേ ഈ കോൺസെപ്റ്റ് വേണ്ട അത്ര കോൺസെപ്റ്റ് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പഠിച്ചില്ല, അല്ലെങ്കിൽ വേണ്ട അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്ന കാര്യമില്ല, ഇവിടുത്തെ മാർക്ക് പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം. 2022 ആനുവൽ എക്സാം, 2022 മോഡൽ, 2023 മോഡൽ, 2021 ആനുവൽ. ഓക്കെ, ഒരു 4 ഇയേഴ്സ് ജസ്റ്റ് റാൻഡം ആയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 3, 7, 11? ഒരു സീരീസ് വന്നിട്ട് അതിന്റെ സീക്വൻസ് വന്നിട്ട് എന്താണ് അതിന്റെ കോമൺ ഡിഫറൻസ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത് റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 6 ആൻഡ് കോമൺ ഡിഫറൻസ് 4. ഓക്കെ, അടുത്തൊക്കെ റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 12, 19. അടുത്തൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2 ഈസ്. ഇതിൽ ഏതാണ്? ഈ 4 ഈ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയേ, എല്ലാം ഒരേ സംഭവം അല്ലേ? ഒരു സീരീസിന്റെ കോമൺ ഡിഫറൻസ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇത് 4. അപ്പൊ ആ ഒരൊറ്റ കോൺസെപ്റ്റ് എല്ലാ വർഷവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അടുത്ത വർഷം ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരാം, യൂഷ്വലി അത് വരും. അപ്പൊ ഇത് ഈ സംഭവം അറിയാത്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സ്റ്റുഡന്റ് മാർക്ക് പോകും. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്താൽ കേട്ടോ, ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ വേറെയും ക്വസ്റ്റ്യൻസ്, ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കാം. 2022 മോഡൽ എക്സാമിനും അതേ വർഷത്തെ 2022 ആനുവൽ എക്സാമിനും അടുപ്പിച്ചാണ് എക്സാം നടക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ഫെബ്രുവരി മാർച്ച്. മോഡൽ ഫെബ്രുവരി നടക്കും, മാർച്ചിൽ പബ്ലിക് എക്സാം നടക്കും. മോഡൽ വന്ന ക്വസ്റ്റ്യൻ, ദ എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is 2n² + 4n. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് സീക്വൻസ്. ഇതാണ് വന്ന ക്വസ്റ്റ്യൻ. അടുത്ത് അതിന്റെ അതേ വർഷം ആനുവൽ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ, ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence is n² + n. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് arithmetic sequence. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദിസ് arithmetic sequence. നോക്കി, ഇവിടെ എക്സ്പ്രഷൻ തന്നു, ഇതിലും അതുപോലെ ഒരു എക്സ്പ്രഷൻ തന്നു. ഇവിടെ എന്താ ചോദിച്ചത്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ചോദിച്ചു. ഇവിടെ ഫസ്റ്റ് ടേമും ഫസ്റ്റ് 10 ടേംസിന് സംബന്ധം ചോദിച്ചു. അത് ഡിഫറൻസ് ഉള്ളൂ. ഒരേ ക്വസ്റ്റ്യൻ, ഒരേ സംഭവം ഒരേപോലെ റിപ്പീറ്റ് ചെയ്തു. അതൊന്നും എപ്പോഴാണ് നോക്കണം, 2022 മോഡലിനും അത് തൊട്ടടുത്ത മാസം വരുന്ന 2022 വന്ന ആനുവൽ എക്സാമിനും. ഇതേ ജസ്റ്റ് 1-2 എക്സാമ്പിൾ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സിമിലാരിറ്റീസ് കാണാൻ പറ്റും. ഓരോ കാറ്റഗറിയിലും 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിക്കൊണ്ടാണ് എല്ലാ വർഷങ്ങളും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം. നിങ്ങൾ വേറെ കുറേ ഗൈഡുകളും മോഡൽ എക്സാമുകളും ചെയ്യുന്നതിന് മുന്നേ SLC എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അരച്ച് കലക്കി കുടിച്ചൊരു സ്റ്റുഡന്റിനാണെങ്കിൽ അവന് ഈസി ആയിട്ട് A+ വാങ്ങാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. കഴിഞ്ഞ വർഷമൊക്കെ SLCക്ക് A+ വാങ്ങിപ്പോയ സ്റ്റുഡൻസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയോ, അവരെല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ആയിരിക്കരുത്,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ പോകരുത്. അതിപ്പോൾ നിങ്ങളുടെ SLC എക്സാമിന് മാത്രമല്ല, വേറെ ഏത് എക്സാം ആയിക്കോട്ടെ, PSC എക്സാമുകൾ, SSC എക്സാമുകൾ, സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ് പോലും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എക്സാം ഹാളിലോട്ട് പോകുന്നത്. കാരണം ഇതിലെല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. ഏതൊരു എക്സാം ആണെങ്കിലും അതിനൊരു പാറ്റേൺ ഉണ്ട്. കാരണം അതിലൊരു ഏരിയ ഉണ്ടാവും, ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. ആ ഏരിയയിൽ നിന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരും. ആ ഏരിയ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു മെയിൻ സംഭവം, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ അല്ലേ? അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചെയ്യാം. കാരണം നിങ്ങൾ വീണ്ടും എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ആദ്യം ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്തത് തന്നെ. നമ്മുടെ XandY Learningന്റെ ആപ്പിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് വേറെ വെബ്സൈറ്റുകൾ നോക്കണമെങ്കിൽ അവിടുന്ന് എടുക്കാം. എല്ലാം സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ഗവൺമെന്റ് ഇറക്കുന്നതാണല്ലോ. നമ്മുടെ ആപ്പിലാണെങ്കിൽ എല്ലാം സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മൈൻഡിൽ വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാം. താങ്ക്